വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 11ാമത് ഗ്രാമീണ ചലച്ചിത്രോത്സവത്തിന് തിരിതെളിഞ്ഞു. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ ഉദ്ഘാടനം നിർവഹിച്ചു. ചലച്ചിത്ര രംഗത്ത് ഒരു ഒറ്റയാനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. സിനിമ സംവിധായകന്റെ കലയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. തന്റെ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടില്ലെങ്കിലും തന്റെ സിനിമ ജനങ്ങളോട് സംവദിക്കുന്നതിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നത്. അദ്ദേഹത്തിന്റെ ശക്തമായ ചലച്ചിത്ര പ്രവർത്തനം ഇന്നൊരു ഒട്ടനവധി ആളുകൾക്ക് മാതൃകയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ജനകീയ ചലച്ചിത്രവേദി ഇവിടെ രൂപമെടുക്കുകയും നിരവധി ഷോർട്ട് ഫിലിമുകളും മറ്റു സിനിമകളും എല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. നമുക്ക് ഒരു ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം, അതിന് ടിക്കറ്റ് എടുക്കണം, ഒട്ടനവധി കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് നമുക്ക് ഒരു ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഇവിടെ സൗജന്യമായി ദേവസൂര്യ ഈ മൈതാനത്ത് ലോക ക്ലാസിക്കുകളായിട്ടുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾക്കെല്ലാം പങ്കാളികളാകാനുള്ള അവസരമാണ് ദേവസൂര്യ നൽകുന്നത്. ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര കലാപഠന കേന്ദ്രം പ്രിൻസിപ്പൽ നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ചലച്ചിത്ര പ്രവർത്തകൻ പൂനം റഹീമിന് ജോൺ എബ്രഹാം ലൈഫ് ടൈം അവാർഡ് അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് സമ്മാനിച്ചു. തുടർന്ന് നടരാജൻ പട്ടാമ്പി സംവിധാനം ചെയ്ത ഇടങ്ങൾ എന്ന സിനിമയുടെ ആദ്യ പ്രദർശനവും തെരഞ്ഞെടുത്ത ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ, ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം, അനിൽ ആതിര, ബിന്ദു അജിത് കുമാർ, ശ്രീദേവി ഡേവിസ്, സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സെബാസ്റ്റ്യൻ VKG, ജെയ്സൺ അറയ്ക്കൽ, ഷിജോ ചൊവ്വല്ലൂർ, ജസ്റ്റിൻ ജോസ്, നിയോ ജോസഫ്, കുഞ്ഞിലക്ഷ്മി, നോയൽ ജോസഫ് എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. ശ്രീനിവാസൻ ഋത്തിഘട്ടക് അനുസ്മരണം, മീറ്റ് ദി ഡയറക്ടർ, ചോദ്യോത്തരവേള, സമ്മാന വിതരണം എന്നിവയും നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ദി കളർ ഓഫ് പാരഡൈസ്, വിക്ടോറിയ, എ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്നീ സിനിമകളും പ്രദർശിപ്പിക്കും. ഫെബ്രുവരി 8-ന് സമാപന സമ്മേളനവും ജോൺ എബ്രഹാം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി അവാർഡ് വിതരണവും നടക്കും.